അതേ 7 വയസ്സുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടി. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കഥയല്ല മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നത്. എന്റെയും നിങ്ങളുടെയും സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി, 1-ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, 7 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ പേരടക്കം എനിക്കറിയാം. പക്ഷേ പറയുന്നത് കുടുംബക്കാരെ വേദനിപ്പിക്കലായിരിക്കും. എന്നാൽ പറയട്ടെ, ആ കുട്ടി കുളിമുറിയിൽ പോയി. എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ കുട്ടി കുളിമുറിയിൽ പോയി. ഇത് ഏതെങ്കിലും ഒരു നോർത്ത് കർണാടകയുടെ വർത്തമാനം പറയുകയല്ല, ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യയുടെ കഥ പറയുകയല്ല. ഏറ്റവും കൂടുതൽ ഇബാദത്ത് എന്താണെന്ന് അറിയുന്ന നാട്, ഇസ്ലാം എന്താണെന്ന് അറിയുന്ന നാട്, അതേ ആത്മീയത എന്താണെന്ന് അറിയുന്ന നാട്. ആ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. കുട്ടി കുളിമുറിയിൽ പോയി. അതേ കുറെ നേരം കഴിഞ്ഞിട്ടും കുട്ടി കുളിമുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല. ചെറുപ്പക്കാരന്റെ കഥയല്ല ഉമ്മ ഞാനീ പറയുന്നത്. കേവലം 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുട്ടിയുടെ കഥയാണ്. 1-ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കഥയാണ്. അടുത്ത ദിവസം നടന്ന സംഭവമാണ്. കുളിമുറിയിൽ നിന്ന് പുറത്തു വരുന്നത് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. വീട്ടുകാര് പോയി കുട്ടിയെ വിളിക്കുകയാണ്. കുട്ടി മിണ്ടുന്നില്ല. കുട്ടിയിൽ നിന്ന് മറുപടി കേൾക്കുന്നില്ല. അതേ വീട്ടുകാര് ബഹളം വെച്ചുപോയി. വീട്ടുകാര് ശബ്ദിക്കാൻ തുടങ്ങി, ഒച്ച വെക്കാൻ തുടങ്ങി. പരിസരത്ത് ചെറുപ്പക്കാരുണ്ടായിരുന്നു. യുവാക്കൾ ആ വീട്ടിലേക്ക് ഓടി വന്നു. എന്താണ് കാര്യം? കുട്ടിയുടെ സംസാരം കേൾക്കുന്നില്ല. കുളിമുറിയിൽ പോയി കുറെ നേരം കഴിഞ്ഞു. അതേ വാതില് തുറക്കുന്നില്ല. ഈ ചെറുപ്പക്കാര് വരുന്നു. ആ വീട്ടിന്റെ കുളിമുറിയുടെ വാതില് ചവിട്ടി പൊളിക്കുന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോ കരളളിപ്പിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത്. ഉമ്മമാര്, രക്ഷിതാക്കളെ, കുളിമുറിയിലെ ഒരു അയലിൽ അതാ കുട്ടി കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തില്ലേ, ആ തോർത്ത് ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിലാണ് കുട്ടിയെ കുളിമുറിയിൽ കാണുന്നത്. എത്രയാണ് കുട്ടിയുടെ വയസ്സ്? നൗഫൽ സഖാഫി കളസയുടെ 37 വയസ്സല്ല. നൗഫലിന്റെ വാല കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ വയസ്സല്ല. ആ കുട്ടിയുടെ വയസ്സ് 7 വയസ്സാണ്. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. ഇതിനേക്കാൾ കരളളിപ്പിക്കുന്ന രംഗം വേറെയുണ്ടോ? മനസ്സ് വേദനിപ്പിക്കുന്ന ദൃശ്യം വേറെയുണ്ടോ? ഇല്ല തന്നെ. അവസാനം അതേ അവിടുന്ന് അത് അന്വേഷണം നടന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാര് വന്ന് അന്വേഷിച്ചു. അവർക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്നറിയുമോ? അതേ കുട്ടി വീട്ടുകാരോട് മൊബൈൽ ചോദിച്ചു. വീട്ടുകാര് മൊബൈൽ കൊടുത്തില്ല. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരില് മനം നൊന്തുകൊണ്ട് കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തു. മരണം എന്താണെന്ന് പോലും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ ബാപ്പാ. 7 വയസ്സ് മാത്രമുള്ള കുഞ്ഞുമോനാണ്. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ബാപ്പാന്റെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും, ഉമ്മാന്റെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും അതിന്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആകാത്ത ചെറിയ കുഞ്ഞുമോൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. വീട്ടുകാരോട് മൊബൈൽ ആവശ്യപ്പെട്ടപ്പോ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ മനം നൊന്തുകൊണ്ട് സ്വയം ജീവനൊടുക്കിയ കഥയാണ് പറയുന്നത്. ഇത് എന്റെയും നിങ്ങളുടെയും സമുദായത്തിൽപ്പെട്ട കുട്ടിയുടെ കഥയാണ്. കൊടുക്കാനൊക്കെ ഉമ്മ ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ഒക്കുമോ ഉമ്മ? ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് കുട്ടിയെ സമാധാനിപ്പിക്കാനും കുട്ടിക്ക് ആവേശമുണ്ടാക്കാനും കഴിയുമോ ഉമ്മ? കഴിയില്ല. വെറുതെ അല്ല താജുല്ലുലമ തങ്ങളുപ്പാപ്പ ഒരു വലിയ ആലിമാകാൻ കാരണം ഉമ്മാന്റെ ഇടപെടലുകളാണ്. കാരണം ആ ഉമ്മ അവരെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഒരു തങ്ങളുണ്ട്,
പിന്നെ കൊന്നാര തങ്ങന്മാർ എന്ന് പറഞ്ഞ താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉപ്പാപ്പമാരായ തങ്ങന്മാർ വലിയ കറാമത്ത്. അപ്പൊ അതില് കുഞ്ഞുള്ള തങ്ങൾ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ആ മഹാനെ ഈ ഉമ്മാന്റെ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പാനെ കാണുമ്പോൾ ഈ ഉമ്മ താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉമ്മ എന്റെ മോന് ഇതുപോലെ ഒന്ന് ആകണം എന്നെപ്പോഴും കൊതിക്കുമായിരുന്നു എന്നാണ് ഞാൻ ചരിത്രം വായിച്ചത്. എന്നിട്ട് അവരോടൊക്കെ ആ ഉപ്പാപ്പമാരായ തങ്ങന്മാരോടൊക്കെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉമ്മ പറയും, എന്റെ മോൻ, എന്റെ 2 മക്കളുണ്ട്. 2 മക്കളാണല്ലോ താജുൽ ഉലമ തങ്ങളും തങ്ങളുപ്പാപ്പാന്റെ സഹോദരനും. അങ്ങനെയാണ്. ആ താജുൽ ഉലമാക്കും 2 ആൺമക്കളാണ്. താജുൽ ഉലമ എന്റെ ഉമ്മാക്കും 2 ആൺമക്കളാണ്. ഒന്ന് താജുൽ ഉലമയും വേറൊരു മോനും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ 2 മക്കളെയും ആലിമീങ്ങളാക്കണം എന്ന് പറയും. ആ 2 മക്കളെയും ആലിമീങ്ങളാക്കണം എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉമ്മ എപ്പോഴും ദുആ ചെയ്യും. ഇവിടെയും അൽഹംദുലില്ലാഹ് KC റോഡിൽ ഏകദേശം 20ഓളം പഠിക്കുന്ന മുതഅല്ലിമുകളുണ്ട്. ആ മുതഅല്ലിമുകൾക്ക് ഭക്ഷണമൊക്കെ വീടുകളിലാണ് നൽകുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹു തആല ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്കും അതിനുണ്ടല്ലോ, ഒരു നാട്ടിലെ ദർസ് നിലനിന്ന് പോകണമെങ്കിൽ ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്കാരുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പൊ KC റോഡിൽ അൽഹംദുലില്ലാഹ് ഇത്രയും നല്ല ഉഷാറായി ഇവിടെ ദർസ് നടക്കാൻ കാരണം അത് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വമാണ്. അതോടൊപ്പം ഈ മഹല്ല് നിവാസികൾ മുതഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോടുള്ള ആവേശമാണ്. അല്ലാഹു ആ തനിമ നിലനിർത്തി കൊടുക്കട്ടെ. ഭക്ഷണം കൊടുക്കുന്നവർക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. എന്റെ മൂടബിദ്രയില് നമ്മുടെ ദർസിൽ 50 മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. 50 കുട്ടികൾക്കും നമ്മളെ KC റോഡ് പോലെ മഹല്ല് പള്ളിയൊന്നുമില്ല. അത് സ്വന്തം പോയി ഉണ്ടാക്കിയ, ഒന്ന് ദർസ് നടത്തണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയ പള്ളിയാണ്. ജുമാക്കൊക്കെ പോകല് അപ്പുറത്ത് മഹല്ല് പള്ളിക്കാണ്. ഇവിടെ ജുമയൊന്നുമില്ല, നിസ്കാരപ്പള്ളിയും ദർസും. 50 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 50 കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആ നാട്ടിലെ ഉമ്മപെങ്ങന്മാരാണ്. അള്ളാഹു അവർക്കും ഈ KC റോഡിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്കും ഭക്ഷണം നൽകുന്ന ആ മക്കൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മപെങ്ങന്മാർക്ക് അള്ളാഹു സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. ആ വീട്ടിലെ ഉപ്പമാർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അല്ലാതെയും മഗ്‌രിബിന് ശേഷം ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ വന്ന് പഠിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, പഠിച്ചാൽ എത്രയും തീരൂല, എത്ര പഠിച്ചാലും തീരൂല. ഞാൻ ഉമ്മമാരോടൊക്കെ പറയുന്നു, മദ്രസയുടെ പഠനം കഴിഞ്ഞാലും ഉമ്മ, നിന്റെ മകന്റെ പഠിപ്പ് മതി എന്ന് നീ തീരുമാനിക്കണ്ട. നിന്റെ മോനെ മഗ്‌രിബിന് ശേഷം പറഞ്ഞേക്ക് പള്ളിയിൽ ദർസിൽ പഠിക്കാൻ. മഗ്‌രിബിന് ശേഷം കുറച്ച് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. പറഞ്ഞേക്ക്. ആ 1ാം ദർസ് എന്ന് പറയും മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം. ആ സമയമാണ് ഏറ്റവും കൂടുതൽ മക്കൾ വഴിപിടിച്ചു പോകുന്ന സമയം. കഞ്ചാവിനും മയക്കുമരുന്നിനും വെറുതെ എല്ലാ നേരത്തെ KC റോഡ് ഉസ്താദ് ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയൊന്നും നിൽക്കരുത്, പരിസരം ശരിയില്ല എന്നൊക്കെ പറയാൻ കാരണം കാലം ഇന്ന് വളരെ മോശമായി, പരിസരം കേടായി. അത് ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ നാടുകൾ എവിടെയായാലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അത്തരത്തിലുള്ള ആ അനാവശ്യമായ പ്രവണതകളിൽ നമ്മുടെ മക്കൾ പെട്ടുപോയി അവസാനം നമുക്ക് തലതാഴ്ത്തി റോട്ടിൽ നടക്കേണ്ടി വരുന്നൊരു ഗതികേട് വരാതിരിക്കാനാണ് ആ വലിയ ഉത്തരവാദിത്വം നമ്മുടെ മഹത്തുക്കളൊക്കെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് മഗ്‌രിബിന് ശേഷമുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞേക്കൂ ഉമ്മമാരെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ്, മുതഅല്ലിമുകൾ എന്ന് പറഞ്ഞാൽ ചില്ലരക്കാരല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനന്നാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു വിഭാഗം ആളുകളെ അവരെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ. അവൻ മുതഅല്ലിമീങ്ങളിലേക്ക് നോക്കട്ടെ. നന്നായി റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് തെറ്റുകളൊന്നും ചെയ്യാതെ, റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും കാണാതെ, റബ്ബ് പൊരുത്തപ്പെടാത്തതിലേക്കൊന്നും പോകാതെ, അള്ളാന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് നന്നായി ദീനിയായ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമുകളില്ലേ, ആ മുതഅല്ലിമുകളിലേക്ക് നിങ്ങൾ നോക്കൂ നാട്ടുകാരെ. അവരാണ് നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച വിഭാഗം ആളുകൾ. ഇതാരാണ് പറയുന്നത്? ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നിട്ടോ ആ മുതഅല്ലിമിന്റെ ഓരോ ചവിട്ടടിയുടെ മഹത്വം പറയുകയാണ്. ഫവല്ലദീ നഫ്സി ബിയദിഹി, യജമാനനായ റബ്ബ് തന്നെയാണ് സത്യം. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ഇൽമി, ഏതൊരു മുതഅല്ലിം ഒരു ഇൽമു പഠിക്കാൻ ഉസ്താദിന്റെ വാതിലിന്റെ അരികിൽ ചെല്ലുന്നു, കിതാബ് എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഓതിയ കിതാബ് ഒരു സ്ഥലത്തെടുത്തു വെക്കാൻ നടന്നു പോകുന്നു എങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ, ആ മുതഅല്ലിമിന്റെ ഓരോ സ്റ്റെപ്പിനും ഓരോ കാല് ചവിട്ടുമ്പോഴും അതിന് പകരം ഒരു വർഷക്കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു എഴുതി കൊടുക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, വബനാ ലഹു ബികുല്ലി ഖദമിൻ മദീനതൻ ഫിൽ ജന്നാ, ഓരോ കാൽ ചവിട്ടടിക്ക് പകരം സ്വർഗത്തിൽ ഒരു കൊട്ടാരമല്ല, സ്വർഗത്തിൽ ഒരു വീടല്ല, സ്വർഗത്തിൽ ഒരു വലിയ പട്ടണം തന്നെ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നു. മാത്രമല്ല വയംശി അലൽ അർളി തസ്തഗ്ഫിറു ലഹു, ആ മുതഅല്ലിം ഭൂമിയിൽ നടക്കുമ്പോ ആ ഭൂമി ആ മുതഅല്ലിമിന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഭൂമി മാത്രമല്ല വയസ്തഗ്ഫിറു ലഹു കുല്ലു മൻ യംശി അലൽ അർളി, ഭൂമുഖത്ത് നടക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ജീവികളും മുഴുവൻ വസ്തുക്കളും ആ മുതഅല്ലിമുകൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ആ മുതഅല്ലിം പ്രഭാതത്തിലാകുമ്പോഴും വൈകുന്നേരവുമാകുമ്പോഴും അതേ റബ്ബ് അവർക്ക് പാപം പൊറുക്കപ്പെട്ടവരായിട്ടാണ് അവരുണ്ടാവുക. വശഹിദത്തിൽ മലായികത്തു, മലക്കുകൾ ആ മുതഅല്ലിമുകൾക്ക് സാക്ഷിയാണ്. എന്താണ് സാക്ഷി? ഹൗലായി ഉതഖാഉല്ലാഹി മിനന്നാർ, ഈ മുതഅല്ലിമുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച വിഭാഗമാണ്. മലക്കുകൾ സാക്ഷിയാണെന്നാ പറഞ്ഞത്. എന്തിനാണ് മലക്കുകൾ സാക്ഷി നിൽക്കുന്നത്? ഹാദിഹി ഹൗലായി ഉതഖാഉല്ലാഹി മിനന്നാർ, ഈ മുതഅല്ലിമുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച വിഭാഗമാണ്. മുതഅല്ലിമുകൾ അങ്ങനെ ആകണം. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഇൽമു പഠിക്കണം. ഹറാമിലേക്ക് നോക്കരുത്, ഹറാം പിടിക്കരുത്, ഹറാമിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോകരുത്. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇൽമു പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഇത്രയും വലിയ പദവിയുണ്ടെന്ന് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച തന്നെയുണ്ട്. ഇവിടെ കുറച്ച് കസേരത ബാക്കിയുണ്ട്. അപ്പൊ ആളുകൾ ഇങ്ങനെ വരികയാണ്. KC റോഡല്ലേ, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം ഒന്ന് കരുതിക്കണോ? KC റോഡാകുമ്പോൾ ആളുകൾ ഇങ്ങനെ വരും. ഇവിടെ കുറച്ച് കസേര ബാക്കിയുണ്ടല്ലോ, ഒന്ന് ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്തിരിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഒന്ന് എണീറ്റ്, അൽഹംദുലില്ലാ നമ്മൾ ആരിഫ് എണീറ്റ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഓരോരുത്തരും ഇങ്ങനെ എണീറ്റിട്ട് മുമ്പോട്ട് ഇരുന്നാൽ വലിയ സന്തോഷം. അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ എന്നെ ബേബേ ഇരിക്കണം. കാരണം എന്താ അറിയോ, 9 കാലായി, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പോഴേ 9 നമുക്ക് 10 മണിക്ക് നിർത്തണമെങ്കിൽ നമുക്ക് ദുആക്ക് ഒരു 5 മിനിറ്റ് വേണ്ടേ? അല്ലെ ഉമ്മമാർക്ക് ഒരു റാഹത്ത് ഉണ്ടാവില്ല. അവർ ദുആ ഒരു കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു റാഹത്ത് ഉണ്ടാവില്ല. ഉമ്മമാരെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇൽമു വേണ്ടെങ്കിലും സിക്റും സ്വലാത്തും തസ്ബീഹും ദുആഒക്കെ ഭയങ്കര കാര്യമാണ്. എല്ലാ ഉമ്മമാരെ കുറിച്ച് ഞാൻ പറയല്ല, ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ. അവർ ഇൽമും കൂടി കേൾക്കാൻ ആഗ്രഹിക്കണവരാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമായി. അപ്പോ അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച തന്നെ ഉണ്ട്. എന്താ ചർച്ച എന്നറിയോ? തറവാട് മഹിമയാണോ മഹത്വമുള്ളത്, ഇൽമിന്റെ മഹിമയാണോ മഹത്വം ഉള്ളത്? അപ്പൊ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഇൽമിന്റെ മഹത്വം, മഹിമക്കാണ് വലിയ മഹത്വം ഉള്ളത്. ഇൽമിന് ഭയങ്കര ബലാണ്. ഞാൻ എന്റെ വേല കേൾക്കണം ഉമ്മമാരോടൊക്കെ പറയട്ടെ. പഴയ നാടുകളിലൊക്കെ ഉമ്മമാർക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു മക്കളെ ഒരു മോനെയെങ്കിലും ഒരു ആലിമാക്കണം. അങ്ങനെയാണ് എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുത്തനേ ഉള്ളൂ, ആൺകുട്ടി ഒരുത്തനേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഉമ്മാനോട് അങ്ങനെ തമാശ പറയും, നിനക്ക് വേറൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ എന്നോട് പറയും, നക്ക് നീ ഓർത്തല്ല, നക്ക് ചമ്മ മക്ക ഇന്നാറ്, പക്ഷെ അള്ളാഹു നക്ക് ബാക്കി വെച്ച് നിന്റെ മാത്ര. അപ്പൊ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ കിട്ടിയില്ല, കുട്ടികൾ ഒന്നിനെ കിട്ടിയെന്നാ പറഞ്ഞേ. അള്ളാഹു തആല നമ്മളെ ഉമ്മമാരുടെ തണല് നമുക്കൊക്കെ നല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘ ആയുസ് കൊടുത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ.
ഉറക്ക ആമീൻ പറ. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ. അള്ളാഹു നമ്മുടെ ഉമ്മ ബാപ്പന്മാർക്ക് അവരുടെ തണല് നല്ല ആരോഗ്യത്തോടുകൂടെ അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അത് വലിയ വിഷയമാണ്. ഉമ്മാന്റെ ആരോഗ്യവും ഉമ്മാന്റെ നിലനിൽപ്പും അതൊക്കെ അത് പിന്നെ ചെറിയ വിഷയമൊന്നുമല്ല, വലിയ വിഷയമാണ്. അള്ളാഹു തആല അവരുടെ തണലൊക്കെ നമുക്ക് നിലനിർത്തി തരട്ടെ. അപ്പോ ഏതാണ് ഏറ്റവും മഹത്വം എന്ന് ചോദിച്ചു. അപ്പൊ ഇൽമിന്റെ മഹിമക്കാണ് തറവാടിന്റെ മഹിമയേക്കാൾ വലിയ മഹത്വം. അതാണ് അത് വലിയ വിഷയം. അതുകൊണ്ടാണ് ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാർ പഠിക്കാൻ വേണ്ടി പറയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും മഹത്വം ആർക്കാണുള്ളത് എന്ന പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ട്. അതില് ആയിഷ ബീവിക്ക് ആയിഷ ബീവിയുടേതായ മഹത്വമുണ്ട്, ഫാത്തിമ ബീവിക്ക് ഫാത്തിമ ബീവിയുടേതായ മഹത്വമുണ്ട്. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോക നേതാവിന്റെ മോളാ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളാണ്. പിന്നെ വേറെ ഒരു മഹത്വവും ഫാത്തിമ ബീവിക്ക് ഇല്ലെങ്കിലും ഫാത്തിമ ബീവിക്ക് മഹത്വമാണ്. കാരണം നബി തങ്ങളെ മോളാവുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ വലിയ മഹത്വം വേറെ ഏതാ? പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളല്ലല്ലോ. പിന്നെ ആരെ മോളാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളെ മോളാണ്. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വലിയ മഹത്വമാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ എന്ന മഹത്വം വേറെ ഉണ്ട്, അത് വിഷയം വേറെ. ഇൽമിന്റെ മഹത്വമാണത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് ഒരു പ്രധാനപ്പെട്ട മഹത്വം ഇൽമിന്റെ മഹത്വമാണ്. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഇൽമിനെ അംഗീകരിച്ചിട്ടുണ്ട്. എത്ര വലിയ വഅദ് പറയുന്ന മുസ്ലിയാരായാലും ആ വഅദ് പറയുന്ന മുസ്ലിയാർക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടേണ്ടത് വഅദിനെ ക്ഷണിച്ച സംഘാടകരുടെ അംഗീകാരമല്ല. ചിലപ്പോൾ കൈപിടിച്ച് ചുംബിക്കാൻ പലരെയും കാണും, വണ്ടിയിലിറങ്ങുമ്പോ ഡോറ് തുറന്നു തരാൻ പലരെയും കാണും, കൂടെ വന്നിട്ട് സെൽഫി എടുക്കാൻ പലരെയും കാണും. അത് നൈമിഷികമായ അംഗീകാരമാണ്. അറിയേണ്ടത് പലതും അറിയാത്തത് കൊണ്ടുള്ള അംഗീകാരമാണ്. അതേ സമയത്ത് എപ്പോഴും കൂടെയുള്ളവരുടെ അംഗീകാരം അതാരാണ്? ഭാര്യയാണ്. ഭാര്യയുടെ അംഗീകാരമാണ് വലിയ അംഗീകാരം. ഭാര്യക്ക് ഭർത്താവിന്റെ അംഗീകാരമാണ് വലിയ അംഗീകാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഭർത്താവ്, ആ ഭർത്താവ് ഭാര്യയുടെ ഇൽമിനെ അംഗീകരിക്കുകയാണ്. ആരാണ് ഭാര്യ? സയ്യിദത്തുനാ ബീബി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇന്നലെ ഞാൻ വാള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊരു സ്വഭാവമുണ്ട്. എന്റെ വാള് ഇങ്ങനെ ഞാൻ കേട്ട് വരും. വാള് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ എന്റെ വാള് അന്ന് ഞാൻ പറഞ്ഞ വാള് ഇങ്ങനെ കേൾക്കും. അതിലെന്തെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും വാക്ക് വന്നു പോകുമോ എന്നിങ്ങനെ ഞാൻ നോക്കും. അപ്പോ ഇങ്ങനെ നോക്കുമ്പോണ്ട് ഇന്നലെ വാള് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു കമന്റ് വായിച്ചു. ആരോ ഒരാൾ എഴുതിയ ഒരു കമന്റാണ്. കമന്റ് ബോക്സിൽ താഴെയുണ്ട്. അതിലൊരു മസ്അലം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ കമന്റ് എഴുതിയ സഹോദരിയും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വെറുതെ കമന്റ് ഇങ്ങനെ വായിച്ചിട്ട് കഥ പറയുന്ന ആളല്ല. അതേസമയത്ത് അതിലൊരു മസ്അലം കൂടി മനസ്സിലാക്കാൻ ഉള്ളത് കൊണ്ട് ഞാനത് പറയാണ്. ആ സഹോദരി ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഇന്നലത്തെ വാതിൽ പറഞ്ഞു, പിന്നെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഭാര്യന്റെ മുഖം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആരാർക്ക് കാണിച്ചിട്ട് ഭർത്താവ് ഭക്ഷിപ്പിക്കാണ്. അത് വേണ്ടാന്നല്ല, അത് ആരാറ് കാണുന്ന രൂപത്തിൽ അത്ര നല്ല പരിപാടി ഒന്നല്ല. ഭാര്യന്റെ മുഖം ഇടീ ദുനിയാവുക്കെല്ലാം കാണിക്കാൻ ഓളെന്ത് സുർപ്പണക്കിയ, ഇടീ ദുനിയാവിന് ഭാര്യന്റെ മുഖം കാണിക്കാൻ. അതേ സമയത്ത് നല്ല ശ്രദ്ധയോടെ ചെയ്യുന്നതിന് വിരോധമല്ല, ഒക്കെ നല്ലതാ. ഇടക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണതൊക്കെ നല്ലതാണ്, വേണ്ടെന്നല്ല. ഇന്നിപ്പോ പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്റെ വേലയിക്കണം ഉമ്മ പെങ്ങന്മാരോടൊക്കെ പറയട്ടെ. പഴയ കാലങ്ങളിലൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന അറിഞ്ഞിട്ടൊരു പണിയുണ്ടാ? പുറത്തുനിന്ന് വീട്ടിലേക്ക് ഇല്ല. പ്രായമുള്ള ഉപ്പമാർക്കറിയാം, ബാല്യക്കാർക്കൊന്നും തലാട്ടിയിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയില്ല. പഴയ കാലത്തെ കാര്യം പഴയ കാലത്തെ ഉപ്പമാർക്ക് അറിയാം, അവർക്കറിയാം. പുറത്തുനിന്നൊന്നും ഭക്ഷണം കൊണ്ടുവരില്ല. വീട്ടിൽ എന്തെങ്കിലും ഒരു ഗമ്മത്തുണ്ടെങ്കിൽ വീട്ടിലെ ഉമ്മ പെങ്ങന്മാരെല്ലാരും ചേർന്നിട്ട് ഗമ്മത്തുണ്ടാക്കുകയാണ്. ഇന്ന് വീട്ടിലേക്ക് ഒരു 2-3 അതിഥികൾ വരാണെങ്കിൽ തന്നെ അടുത്ത ഹോട്ടലിലേക്ക് ഓടാണ് ഭക്ഷണം കൊണ്ടുവരാൻ.
അതിഥി സൽക്കാരത്തിന്റെ പോയ പോക്കൊന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് പറയാണ് അതിഥി സൽക്കരിക്കുകയാണ്. അതിഥി സൽക്കരി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടാന്നല്ല ഞാൻ പറയണം. അതുകൊണ്ട് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടൂല എന്നല്ല. എന്നാലും അത് പരിപൂർണമാകുന്നത് എപ്പോഴാണ്? വീട്ടിൽ നിന്ന് ആ പഴയ ഉമ്മാന്റെ ഒരു കായ അരച്ചിട്ട് അല്ലെ, അതിന്റെ ഒരു കായന്റെ ഒരു മണോ. ഇതിപ്പോ ആകെ ഒരു ചോറിന്റെ മണല്ലേ വരണേ. അതേ സമയത്ത് നേരത്തെ ഇറച്ചിക്കറി ആകുന്നതിന് മുമ്പ് ഇറച്ചിക്കറിന്റെ കായന്റെ ഒരു മണമുണ്ട്. അതിന് അടുപ്പുകാരൊക്കെ കുറച്ച് പോയി നോക്കണോ? അടുക്കളന്റെ അടുത്ത് എപ്പോഴും ഗ്രൗണ്ടിൽ പോയി നിന്നാല് ബാലക്കാരാ, എപ്പോഴും ഗ്രൗണ്ടിൽ പോയിട്ട് ബാറ്റും ബോളും പിടിച്ചാല് അടുക്കളയിലെ ഈ കായത്തിന്റെ മണമൊന്നും ഉണ്ടാവൂല. അത് അവിടെ ചാങ്ങണത്തിന്റെ മണം ഉണ്ടാവും. പശു എങ്കിലും ചാങ്ങണം ഉണ്ടെങ്കിൽ അടുപ്പുകാരന്റെ അടുക്കളന്റെ കായന്റെ മണം ഉണ്ടാവണമെങ്കിൽ ഇടയ്ക്ക് ബാറ്റും ബോളൊക്കെ അവിടെ വെച്ചിട്ട് അടുക്കളന്റെ അടുത്ത് പോയി നിൽക്കണം. ഉമ്മാന്റെ കിച്ചന്റെ അടുത്തുനിന്ന് പോയി നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനെ ഞാൻ ഉമ്മമാരോട് പറയട്ടെ, അത് പണ്ടത്തെ ഒരു പ്രത്യേക ഒരു ഗമയാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ വലിയ സന്തോഷം എന്താണെന്നറിയോ? തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ഭാര്യ ഉണരും, ആദ്യം പോയി വുളു എടുത്ത് വരും, എന്നിട്ട് രണ്ടാമതായി ഭർത്താവ് പോയി വുളു എടുത്ത് വരും. അപ്പൊ ഉണ്ട് ഞാനിങ്ങനെ ആ വിഷയം പറഞ്ഞപ്പോ തിരിച്ചു വരുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ കമന്റ് കാണല്ലോ, അതിങ്ങനെ ഞാൻ നോക്കി, അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ കമന്റ് നോക്കിയപ്പോ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അതിലിങ്ങനെ ഉണ്ട്, ഉസ്താദേ നാണ് നന്റെ മാപ്പലയുടെ തഹജ്ജുദ് വിളിക്കട ഉസ്താദ്, ആയെങ്ക നന്റെ മാപ്പല ചൊല്ലു തെല്ല് നിക്കടി ചെന്നാറെ കുറച്ചും കൂടി ഉറങ്ങട്ടെ. തെല്ല് നിണ്ടെങ്കിൽ സുബൈ വാങ്ങി കൊടുക്കും, പിന്നെ തഹജ്ജുദല്ല, പിന്നെ സുബൈ. അത് തെല്ല് നിക്കടി എന്നിട്ട് കമന്റിൽ എഴുതിയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു പെണ്ണിന്റെ എഴുത്താ തോന്നുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? വേഗം പോയി ഉളു എടുത്ത് വന്നിട്ട് ഉളുടെ തന്നി നന്റെ മാപ്പിളയുടെ മൂത്തുക്ക് കൊടയിടാന്ന് പറഞ്ഞു. നല്ല മട്ടുണ്ടല്ലേ അല്ലേ? ഞമ്മക്ക് എങ്കാലും കൊടഞ്ഞിരുന്നെങ്കിൽ ഒടുക്കത്തെ കൊടച്ചിലാ വരുന്നത്. പക്ഷെ ഉളു എടുത്ത വെള്ളം കൊടയരുത് പെങ്ങളെ. അങ്ങനെ ഉളു എടുത്ത വെള്ളം, ആ വെള്ളം കൊടയരുത്. അത് കൊടയുന്നതിനെ ഉപേക്ഷിക്കലാ സുന്നത്ത്. അത് ഭർത്താവിന്റെ മുഖത്തേക്കാണെങ്കിലും കൊടയരുത്. കൊടയലിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത്. വേറെ വെള്ളം കൊണ്ട് ഭർത്താവിന്റെ മുഖത്ത് പിന്നെ എന്താക്ക്, ഇങ്ങനെ നനവാക്കിയിട്ട് ഇതാക്ക്, നിന്റെ ഉളു മുറിയും മാത്രം ഭർത്താവിന്റെ മുഖം തൊടുമ്പോ. അതേ സമയത്ത് കൊടയരുത്. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കുള്ള മഹത്വം ഇൽമിന്റെ മഹത്വമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമിനെ അംഗീകരിക്കുകയാണ്. ഖുദൂ സുലുസൈ ദീനികും മിൻ ആയിഷ. ഓ നിങ്ങളെ ദീനിന്റെ 2/3 കാര്യം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയിൽ നിന്ന് നിങ്ങൾ പഠിക്കൂ. സ്വഹാബത്തെ, ആരാണിത് പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ആയിഷ ബീവിക്ക് അങ്ങനെ പവർ കിട്ടാനുള്ള കാരണം എന്താണ്? വലിസ്സിദ്ദീഖത്തിർ റുജ്ആനു ഫഅലം അലസ്സഹറായി ഫീ ബഅദിൽ ഖിസാലി. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെക്കാളും ചില വിഷയങ്ങളിൽ ആയിഷ ബീവിക്ക് വലിയ മഹത്വമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ആയിഷ ബീവിക്ക് മഹത്വം കിട്ടാനുള്ള കാരണം? അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലുള്ള ഇൽമിന്റെ പവറാണ് കേട്ടോ. ഇൽമെന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. അതുകൊണ്ടല്ലേ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടോ? ആ തഹജ്ജുദ് നിസ്കാരം ഒരു ദിവസം മുടങ്ങിപ്പോയാൽ തഹജ്ജുദ് നിസ്കാരത്തെ ഖളാ വീട്ടൽ സുന്നത്താണ്. എന്റെ വാലുകൾക്കുന്ന ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടോ? തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുത്ലഖായ സുന്നത്ത് നിസ്കാരമാണ്. ആ തഹജ്ജുദ് നിസ്കാരം രാത്രിയിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലേ, ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളത് നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നീട് നിങ്ങളത് ഖളാ വീട്ടൽ സുന്നത്താണ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൽമിന്റെ പവർ പറഞ്ഞാലുണ്ടോ അത് തീരുന്നത്? അതുകൊണ്ടല്ലേ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം
ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം? ബാപ്പയും നബിയാണ്, മകനും നബിയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല 3 കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് ചോദിച്ചു, ഏതാണ് വേണ്ടത്? ഒന്ന് ഇൽമാണ്. ഇൽമ വേണോ? ഇൽമ എടുത്തോളൂ. വൽമാൽ, പണം വേണോ? പണം എടുത്തോളൂ. മൂന്നാമത്തത് വൽ മുൽക്ക്, അധികാരം വേണോ? അധികാരം എടുത്തോളൂ. ഇൽമ വേണോ? പണം വേണോ? അധികാരം വേണോ? ഇതിൽ ഏത് വേണമെങ്കിലും എടുത്തോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണമെങ്കിൽ പണം എടുക്കാമായിരുന്നു, എടുത്തില്ല. അധികാരം എടുക്കാമായിരുന്നു, എടുത്തില്ല. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തിനെയാണ് തെരഞ്ഞെടുത്തത്? ഫഖ്താറൽ ഇൽമ, ഇൽമിനെയാണ് തെരഞ്ഞെടുത്തത്. ആ ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോ ഫഉഅ്തിയൽ മാല വൽ മുൽക, ഏറ്റവും മഹത്വമുള്ള ഇൽമിനെ അങ്ങ് തെരഞ്ഞെടുത്തപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സമ്പത്തും കൊടുത്തു. അക്കാലത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനേക്കാൾ വലിയ സമ്പന്നന് വേറെയില്ല. ഇൽമിനെ അങ്ങ് തെരഞ്ഞെടുത്തപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അധികാരവും കൊടുത്തു. ലോകത്തെ തന്നെ അടക്കി ഭരിച്ച ഭരണാധികാരിയല്ലേ? അവരെക്കാൾ വലിയ അധികാരം അന്ന് വേറെ ആർക്കുമില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? എന്റെ വാല് കേൾക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, അതുകൊണ്ട് മക്കളെങ്കാളും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമുകളായാൽ അവരെ കൊണ്ട് ഒന്നും കിട്ടൂല എന്ന് ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കണ്ട, ഒന്നും ഒരു ബാപ്പയും തെറ്റിദ്ധരിക്കണ്ട. ഞാനൊരു മുതഅല്ലിമായതിന്റെ പേരിൽ നിങ്ങൾ എന്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കൂ ഉമ്മമാര്, എന്റെ ഉമ്മാക്കൊരു പണത്തിന്റെ കുറവും ഉണ്ടായിട്ടില്ല. എനിക്ക് അധികാരമില്ലാത്തതിന്റെ പേരിൽ എന്റെ ഉമ്മാക്ക് അതിന്റെ പേരിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്റെ ഉമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്, ആ ഉമ്മാന്റെ മകനായ ഞാൻ ഒരു മുതഅല്ലിമാണല്ലോ. ഇൽമിന് അല്ലാഹു തആല നൽകുന്ന വലിയ പവറാണ് എന്നാണ് ഞാനിത് പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതിരുന്നാൽ തൂങ്ങി മരിച്ചു പോയാൽ ആരാണ് ഉത്തരവാദികള്? കുറെ കുട്ടികളെ കാണും. രക്ഷിതാക്കളോടൊക്കെ ഞാൻ വളരെ ഗൗരവത്തിൽ പറയാണ്, മംഗലാപുരവും കാസർഗോഡും അങ്ങനെ ഓരോ പരിസരത്തുനിന്ന് കോളേജുകളിലേക്ക് പഠിക്കാൻ പോവാണ് കുട്ടികൾ. ഏതിലാ പോണത്? ട്രെയിനിൽ പോവാ. പടച്ചറബേ, ആ ട്രെയിനിൽ പോകുന്ന ഓരോ രംഗങ്ങൾ കണ്ടാലുണ്ടല്ലോ ബാപ്പ, കരഞ്ഞു പോകും. നമ്മുടെ സമുദായത്തിലെ ചില മക്കള്, തലയിൽ തട്ടമിട്ടിട്ടുള്ള മക്കള്, കൂടെയുള്ള സ്കൂൾ ഫ്രണ്ട്സ് ഇംഗ്ലീഷിന്റെ പേര് മുഞ്ചുകൂട്ടിയത് കൊണ്ട് ചാരിത്രശുദ്ധി നിലനിൽക്കൂല പെങ്ങളെ. ഒരു കാര്യം പറയട്ടെ, ഇംഗ്ലീഷിന്റെ 2 പദത്തിന് ചുരുക്കു കൂട്ടിയത് കൊണ്ട് നിന്റെ ചാരിത്രശുദ്ധി നിലനിൽക്കൂല. അത് നീ മനസ്സിലാക്കണം. ഒരു ദുർബലമായ നിമിഷത്തിൽ നിന്റെ ചാരിത്രശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ചാരിത്രശുദ്ധി നിനക്ക് തിരിച്ചെടുക്കാൻ പ്രയാസാണ്, കഴിയില്ല. പ്രയാസാണെന്നല്ല, കഴിയില്ല. ഇന്ന് പ്രണയത്തിന് കണ്ണും കാതുമില്ലാത്ത കാല. അന്തമില്ല, കണ്ണ് കാതു മാത്രല്ല, പ്രണയത്തിന് അന്തമില്ല. വെറുതെ പ്രണയിക്കുകയാണ്. എന്തിനു പ്രണയിക്കണു? പെണ്ണിനെ കണ്ടപ്പോ പ്രണയം തോന്നി, ആണിനെ കണ്ടപ്പോ പ്രണയം തോന്നി, എന്നിട്ട് പേര് പറയാ സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്. ഇപ്പൊ അങ്ങനെ ഒരു ധാരണ ഉണ്ട് ചില ആളുകൾക്ക്, ചില ആൺകുട്ടികൾക്കും ചില പെൺകുട്ടികൾക്കും. കോളേജ് ഫ്രണ്ട്സും സ്കൂൾ ഫ്രണ്ട്സുമായാൽ എന്ത് തോന്നിവാസവും പറ്റുമെന്ന്. ഞാൻ പറയട്ടെ, ഇതിനൊക്കെ നാളെ റബ്ബിന്റെ കോടതിയില് ആ മക്കളും മറുപടി പറയേണ്ടി വരും. അവരെ ഉമ്മയും ബാപ്പയും പറയേണ്ടി വരും. ട്രെയിനിലൊക്കെ പോവാ പഠിക്കാൻ, ആകെ ഒരു അരമണിക്കൂറിന്റെ യാത്ര ട്രെയിനിൽ കയറി പോവാ. ബാപ്പ ഭയങ്കര മജയാണത്. ആ മജ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാ അവർ അങ്ങനെയാണ് ഇപ്പൊ ഇവർ മറുപടി പറയാ. ഭയങ്കര മജയാണത്. എന്നിട്ട് ഒരേ ബോഗിയിൽ ഒരേ സീറ്റിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ശരീരം തമ്മിൽ ടച്ചാ ഇരിക്കുകയാണ്. ആരാ അത്? തൊടാൻ പറ്റിയവനാണോ? തൊടാൻ പറ്റിയവളാണോ? അതൊരു വിഷയമൊന്നുമില്ല. തൊടാൻ പറ്റിയതും തൊടാൻ പറ്റാത്തതൊക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ നിയമല്ലേ. ഞങ്ങൾക്ക് എന്ത് ഇസ്ലാമിന്റെ നിയമം? ആരാ വരണേ? നമ്മുടെ സമുദായത്തിലെ മക്കള്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. വലിയ അത്ഭുതമല്ലേ
വലിയ അപകടമല്ലേ? എന്തിനേറെ പറയണം? ഞാനതാ ഒരാളെ അതേ അറിയാൻ സാധിച്ചു. കോളേജിന്റെ പേരിൽ പോയിട്ട് അതേ കിട്ടിയ ഫ്ലാറ്റുകളിൽ പോയി അതേ അവിടെ പോയി അതേ പണിയെടുക്കുന്നു, ജോലിയെടുക്കുന്നു. ബാപ്പാക്കിതൊന്നും അറിയുന്നില്ല, ഉമ്മാക്കിതൊന്നും അറിയുന്നില്ല. നിങ്ങളിങ്ങനെ കരുതി വെച്ചോളൂ, ഞങ്ങളെ മക്കളൊന്നും ഇങ്ങനെയല്ല. പക്ഷേ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ടോ ഏതോ ഒരുത്തന്റെ അഭ്യസ്ത വിദ്യാഭ്യാസമുള്ളവന്റെ ഫ്ലാറ്റിൽ പോയി അവിടെ നിന്നതാ ജോലി ചെയ്യുന്നു. എന്തിനാണ് ഈ നല്ല ബാപ്പാന്റെ മകൾക്ക് എന്തിന് ജോലി? കോളേജിലേക്ക് പോകാതെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കോളേജിന്റെ കുപ്പായം ധരിച്ചിട്ടാ പോകുന്നത്. ബാപ്പക്കറിയില്ലല്ലോ. മംഗലാപുരത്ത് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ പോയി ജോലി ചെയ്താൽ ബാപ്പക്കറിയില്ല. പോക്കറ്റ് മണി കിട്ടാനാണ്. ഇന്ന് പോക്കറ്റ് മണിയില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കഴിയില്ലല്ലോ. പോക്കറ്റ് മണിക്ക് വേണ്ടി കണ്ടു കാണുന്ന അഭ്യസ്ത വിദ്യരുടെ ഫ്ലാറ്റിൽ പോയി ജോലി എടുക്കുന്നു. വൈകുന്നേരമാകുമ്പോ തിരിച്ചു വരുന്നു. ബാപ്പ പാവം പച്ച സാധുവല്ലേ? ബാപ്പ പച്ച സാധുവല്ലേ? ഈ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും മനസ്സിലാക്കുന്നത് കോളേജിൽ പഠിക്കാൻ പോയി കോളേജിൽ നിന്ന് വരികയാണ്. അല്ല, കോളേജ് എന്ന് പറഞ്ഞിട്ട് പോയതാ. അതേ മംഗലാപുരത്തുള്ള അഭ്യസ്ത വിദ്യരുടെ ഫ്ലാറ്റിൽ പോയി പോക്കറ്റ് മണി കിട്ടാൻ ജോലിക്ക് കയറുന്നു. കരുതി വെക്കണേ ജനങ്ങള്. കണ്ട് കാണുന്ന എത്ര ആളുകളാ ഇത് പറയുന്നത്? എത്ര ഓട്ടോറിക്ഷക്കാരാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, എത്ര ഫ്ലാറ്റുകളുടെ സെക്യൂരിറ്റി കാവല് നിൽക്കുന്ന ആളുകളാ ഇത് പറയുന്നത്? ചിന്തിക്കുന്നത് വൈകിപ്പോയാൽ നമ്മുടെ മക്കള് നമുക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകും. ഇത് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തി എന്നേയുള്ളൂ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ സമുദായത്തെ നാറ്റിക്കുന്ന സംഭവങ്ങള്. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ തലതാഴ്ത്തി നടക്കേണ്ടുന്ന ഒരു ഗുരുതരമായ അവസ്ഥ വന്നുപോയില്ലേ? ഇത് വലിയ അപകടമല്ലേ സുഹൃത്തുക്കളെ? ഇതിനേക്കാൾ വലിയ അപകടം വേറെ എന്താണുള്ളത്? അതുകൊണ്ട് ഞാൻ സർവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങളുടെ മനസ്സിലെ ഉള്ളിലിരിപ്പ് പോലും കാണുന്നവനാണ് അല്ലാഹ്. അതറിയുന്നവനാണ് അല്ലാഹ്. എന്നിട്ടോ ഞാൻ എന്റെ വാലിന്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങാണ്. ഞാൻ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിലുണ്ട്, 2 സ്വഭാവം ഇല്ലാത്തവൻ ഫൽയത്ലുബ് റബ്ബൻ സിവായ, ഞാനല്ലാത്തവർ റബ്ബിനെ തേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഒന്ന്, അല്ലാഹു തആല നൽകിയ നിഅമത്തിന് നന്ദി വേണം. രണ്ടാമത്തത്, ആ റബ്ബിൽ നിന്ന് വല്ല മുസീബത്തും ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതിന്റെ പേരിൽ നല്ല ക്ഷമ വേണേ, സ്വബർ വേണേ. ഈ 2 സ്വഭാവമുള്ള ആളുകൾ അവർ എന്നെ റബ്ബായി അംഗീകരിക്കട്ടെ, അല്ലാത്തവർ എന്നെ റബ്ബായി കാണേണ്ടതില്ല. ഓ മുസ്ലിമീങ്ങളെ, അങ്ങനെയല്ലേ മൂസാ നബി അലൈഹിസ്സലാമിനോട് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറയട്ടെ, ഇവിടെയുള്ള ജീവിതം ഒരു ചെറിയ കാലയളവിന് മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അബൂദർദാ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഡമസ്കസിലെ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഡമസ്കസിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവരോട് മഹാനവരുകൾ വഅദ് പറയുകയാണ്. യാ അഹ്ല ദിമഷ്ക്, ഓ ഡമസ്കസുകാരേ. എന്നിട്ടോ ആ നാട്ടുകാരോട് മഹാനവരുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? നല്ല ലജ്ജ വേണം. നിങ്ങൾക്ക് നാണമില്ലേ ജനങ്ങളെ? നിങ്ങൾക്ക് ചങ്കയില്ലേ ജനങ്ങളെ? നിങ്ങൾക്ക് ലജ്ജയില്ലേ ജനങ്ങളെ? എന്തിനാണ് കിട്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തിനാണ്?
നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് തിന്നാൻ അവസരം കിട്ടാത്തതിന് എടുത്തു വെക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ എന്നുറപ്പില്ലാത്ത വീടിന് അതേ നിർമ്മിക്കുന്നത് എന്തിനാണ്? 3 ചോദ്യമാണ് ഡമസ്കസുകാരോട് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ കുറെ ആഗ്രഹിക്കുന്നുവല്ലേ? എത്ര ആഗ്രഹിച്ചത് കിട്ടിയാലും മതിയാകുന്നില്ല, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. കിട്ടാത്തതിനെ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യമാണത്. രണ്ടാമത്തെ ചോദ്യമോ, നിങ്ങൾ കുറെ ഉണ്ടാക്കി വെക്കുന്നു, ആ ഉണ്ടാക്കി വെച്ചതിനെ നിങ്ങൾക്ക് തിന്നാൻ കഴിയുമെന്ന് എന്ത് ഉറപ്പാണ്? പിന്നെന്തിനാണ് നിങ്ങൾ കുറെ ഉണ്ടാക്കി വെക്കുന്നത്? അതിനു വേണ്ടി ഈ ദുനിയാവിൽ ആയുസ് ചെലവഴിക്കുന്നത് എന്തിനാണ്? മൂന്നാമത്തത്, നിങ്ങൾ വലിയ വീടുണ്ടാക്കാറില്ലേ? ആ വീട്ടിൽ പോയി നിങ്ങൾ താമസിക്കുമെന്നെന്തുറപ്പാണ്? അങ്ങനെ ഉറപ്പില്ലാത്ത വീടുണ്ടാക്കുന്നത് എന്തിനാണ്? ഇത് പറഞ്ഞതിന് ശേഷം ഡമസ്കസുകാരോട് അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇന്നമൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനങ്ങൾ അവരും ഒരുപാട് വിഷയം ആഗ്രഹിച്ചു. വലിയ വീടുകൾ അവർ നിർമ്മിച്ചു, പോരാ ഒരുപാട് പണം അവർ ശേഖരിച്ചു വെച്ചു. പക്ഷേ അവരാഗ്രഹിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അവർ ശേഖരിച്ചതെല്ലാം തകർന്നുപോയി. എന്തിനേറെ പറയണോ, വലിയ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ച് വലിയ വീടുണ്ടാക്കി, പക്ഷേ അവരുടെ വീടുകളോ ഖബറുകളായി മാറി. അങ്ങനെ ഉറപ്പില്ലാത്തതിനെ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ഖബറിൽ പോയി കിടക്കാനുണ്ടെന്ന ഭയമില്ലാത്തത് കൊണ്ടല്ലേ, ആ പേടി ഇല്ലാത്തത് കൊണ്ടല്ലേ ജനങ്ങളെ? ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരു പേടി ഇല്ലാത്തത് കൊണ്ടാണല്ലോ. ഒരു കുഴപ്പമില്ല, ഒന്നിനും ഒരു പ്രശ്നമില്ല. ഹലാല് തിന്നണം, ഹലാല് മാത്രമാകണം, ഒരു ആശയമില്ല. എന്തായാലും കുഴപ്പമില്ല, 3 നേരം തിന്നാ മതി, കഴിച്ചാ മതി, എങ്ങനെയും ജീവിച്ചാ മതി. ഞാൻ കാരണം ആയി, ആര് ജീവനൊടുക്കിയാലും കുഴപ്പമില്ല. അല്ലാ, ഒരു സഹോദരൻ എനിക്ക് ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം അയച്ചു തന്നു. അത്ഭുതപ്പെട്ടു പോയി ഞാന്. വളരെ ഗൗരവത്തിൽ, കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വളരെ ഗൗരവത്തിൽ ഞാൻ പറയാം, അത് പറയാതിരിക്കാൻ കഴിയില്ല. പഴയ ഒരു കാലം ഞാൻ ഇപ്പോഴും ഓർത്തു പോവാണ്. ഒരു സിനിമാ നടന്റെ കാര്യം പറയല്ല അതിന്റെ സദസ്സില്. അവന് മുസ്ലിമീങ്ങളെ വിലയിരുത്തിയിട്ട് എഴുതിയ ഒരു എഴുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവന്റെ പേര് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ ഇവിടെ സദസ്സിൽ പറയണ്ടാൻ കരുതിട്ടാ. അപ്പൊ അവൻ പറയാണ്, മുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യൽ കുറവാണ് എന്നാ പറയണേ. ആ കാലത്ത് കുറെ മുമ്പത്തെ വർത്താനാ പറയണേ. ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് സംശയം തോന്നും, കാരണം ഇന്ന് മുസ്ലിമീങ്ങൾ എത്രയോ ആത്മഹത്യ ചെയ്യാൻ, ജീവൻ ഒടുക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, മുസ്ലിമുകൾ ആത്മഹത്യ ചെയ്യുന്നത് കുറവാണ്. ആ കാലമൊക്കെ പോയി. എന്നിട്ട് അവൻ അതിനൊരു കാരണം പറഞ്ഞു. മുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കുറയാൻ കാരണം എന്താണെന്നറിയോ? കാരണം ഇസ്ലാമിലുണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ജീവൻ ഒടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിലുണ്ട്. അത് മഹാപാപമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എത്ര സ്ത്രീകളാണ്, എത്ര പെൺകുട്ടികളാണ് ജീവനൊടുക്കിയത്. ഞാനിത് വെറുതെ പറയുകയല്ല. എന്റെ വാല കേൾക്കുന്ന പുരുഷന്മാര് ശരിക്കും മനസ്സിലാക്കണോ. അതേ, ഒരു യുവതി അതാ ഭർത്തൃ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിന്റെ വീട്ടിലെ കിണറ്റിൽ അതാ യുവതി മരിച്ചു കിടക്കുന്നു, കുളിമുറിയിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു. എങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ വീട്ടില് ഒരു ഭാര്യക്ക് ആത്മഹത്യ ചെയ്യാൻ മനസ്സ് വരുന്നത്? ഞാൻ എന്റെ ബാല കേൾക്കുന്ന പുരുഷന്മാരോട് പറയട്ടെ, ദയവ് ചെയ്ത് ഒരു കാരണവശാലും ഞാൻ കാരണമായി ഭാര്യ അതേ ആത്മഹത്യ ചെയ്തുകൂടാ.
എന്ന ഒരു നിർബന്ധം ഭർത്താക്കന്മാർക്കുണ്ടാകണം. ഭർത്താവിന്റെ വീട്ടുകാരെ കാരണമായി ആ ഭർത്താവിന്റെ ഒരു ഭാര്യയും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ കുറെ പ്രയാസം സഹിക്കുന്നു. എത്രയാ സഹിക്കണേ? ഉസ്താദ് വേദൽ പറയും, സബറെടുക്കറു സബറെടുക്കറു സബറെടുക്കറു. സബറിന്റെ പ്രതിഫലം, സബറിന്റെ ചരിത്രം എത്ര പറഞ്ഞാലും മനുഷ്യനല്ലേ, എന്ത് സബറ്, എന്ത് സബറ്. ഇന്ന് മർമോള് അമ്മായിമാനെ കുത്തുന്നതിനും പ്രശ്നമല്ല, അമ്മായിമാന്റെ കഴുത്തേക്ക് ചാക്ക് കൊണ്ട് കുത്തുന്നതിനും പ്രശ്നമല്ല, നിന്റെ മോന്തേക്കിടും എന്ന് പറയുന്നതിനും പ്രശ്നമല്ല, അമ്മായി മരുമകളെ കുത്തി കൊലപ്പെടുത്തുന്നതിനും പ്രശ്നം. നാണം തോന്നാണ്, ഇതൊക്കെ പറയാൻ നാണം തോന്നാം, കാണാനല്ല പറയാൻ ലജ്ജ തോന്നുകയാണ്. ഇത് ഏതെങ്കിലും സമുദായത്തിന്റെ കഥ പറയലല്ലോ, നമ്മുടെ സമുദായത്തിന്റെ കഥ. മരുമകൾ അമ്മായിനെ കുത്താണ്, കുത്തി ആക്രമിക്കുകയാണ്. അമ്മായിമ്മയോ മരുമകളെ കുത്തി ആക്രമിക്കുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ ആത്മഹത്യ ചെയ്യാണ്. കുറെ ക്ഷമിച്ചു പാവം, പിന്നെ ക്ഷമിക്കാൻ കഴിയണില്ല, പിടുത്തം വിട്ടു, മാനസിക രോഗിയായി, പിന്നെ കിണറ്റിലേക്ക് ചാടുകയാണ്, കുളിമുറിയിൽ തൂങ്ങി മരിക്കുകയാണ്. ആരെ കാരണമായിട്ടാണ് ഇങ്ങനെ ഭർത്തൃ വീട്ടിൽ മരിക്കുന്നത്? എല്ലാ കാരണം അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, എന്നാലും പറയട്ടെ, ചിലപ്പോൾ ഭർത്താവ് കാരണക്കാരനാണല്ലോ, ഭർത്താവിന്റെ പെങ്ങള് കാരണക്കാരയല്ലേ, ചിലപ്പോ ഭർത്താവിന്റെ ഉമ്മയോ ഭർത്താവിന്റെ ബാപ്പയോ. ആകയാൽ ഭർത്താവിന്റെ വീട്ടുകാർ കാരണക്കാരാകാൻ ഇടയുണ്ടല്ലോ. എങ്ങനെ മനസ്സ് വരുന്നു മുസ്ലിമിന്, ഞാൻ കാരണമായി ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ എങ്ങനെ മനസ്സ് വരുന്നു? അത്തരക്കാരൊന്നും ആഖിറത്തിൽ രക്ഷപ്പെട്ടു പോകൂല. ഇവർ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ചിലപ്പോ രക്ഷപ്പെട്ടു പോയേക്കും, ആഖിറത്തിൽ രക്ഷപ്പെടൂല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ കാരണമായി ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയല്ലോ. ആ കാരണക്കാരായവരാരും ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല. ഇത് നിസ്സാരമായ കാര്യമല്ല, കൊലയാണ് കേട്ടു. അതേ ഒരു ശരീരത്തെ കൊന്നുകളയുക എന്നത് അതേ 7 വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ഏറ്റവും നല്ല മുസ്ലിമാരാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം ചുരുക്കുന്നു. ഏറ്റവും നല്ല മുസ്ലിമാരാണ്. എല്ലാവർക്കും ഗുണം പ്രതീക്ഷിക്കുന്നവനാകണ്ടേ, എല്ലാവർക്കും ഗുണം പ്രതീക്ഷിക്കുന്നവരാകണ്ടേ, എല്ലാവർക്കും ഖൈർ പ്രതീക്ഷിക്കുന്നവരാകണ്ടേ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മറ്റൊരുത്തനെ സന്തോഷിപ്പിക്കാൻ കഴിയണം. ഒരിക്കലും ഞാൻ കാരണമായി ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന ഒരു പെൺകുടിയുടെ മനസ്സ് കരളളിയിച്ചു പോകുന്ന രംഗമുണ്ടാകാൻ പാടില്ല. ഭർത്താവിന്റെ വീട്ടുകാരത് ശ്രദ്ധിക്കേണ്ടതല്ലേ. അതുകൊണ്ടല്ലേ ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു മസ്അല കാണാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫിഖ്ഹിന്റെ കിതാബിൽ ഏതുവരെ വേറൊരുത്തന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ ഒരു സുന്നത്തായ നോമ്പിനെ പോലും മുറിക്കാന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ്. എന്തിന്? വേറൊരുത്തന് സന്തോഷം ഉണ്ടാക്കാൻ. അത് ചിലപ്പോ അസർ വരെ നോമ്പ് പിടിച്ചു ഒരാള്, സുബഹി മുതൽ അസർ വരെ നോമ്പ് പിടിച്ചു, ഇനി മഗ്രിബിന് കുറച്ച് നേരമുള്ളു. അപ്പോഴേക്ക് ഒരാള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ്, എന്നെ ഭക്ഷണം കഴിക്കാൻ. എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ നോമ്പാണെങ്കിൽ പോലും അതാ സുബ്ഹാന ജല്ല ജലാലുഹു, അവൻക്ക് ആ നോമ്പിനെ മുറിക്കൽ സുന്നത്താണ്. സുന്നത്തായ നോമ്പാണെങ്കിൽ, ഫർളായ നോമ്പല്ല, സുന്നത്തായ നോമ്പാണെങ്കിൽ അവനത് മുറിക്കൽ സുന്നത്താണ്. എന്നിട്ടോ ഇത് പറഞ്ഞതിന് ശേഷം അപ്പൊ പിന്നെ അസർ വരെ നോമ്പ് നോക്കിയതിന്റെ കൂലിയോ അത് കിട്ടും, അതുവരെ നോമ്പ് നോക്കിയ കൂലി കിട്ടും. എന്താ കാരണം ഇവന് ഈ നോമ്പ് മുറിക്കണത് ഭക്ഷണം ഉണ്ടാക്കിയ ഒരാളെ സന്തോഷിപ്പിക്കാനാണ്. അല്ലെങ്കിൽ അയാൾക്ക് വിഷമുണ്ടാവും, ഇത്രയെല്ലാം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ഞാനത് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അയാളുടെ നോമ്പാണ് എന്ന് പറഞ്ഞ അയാൾക്ക് വിഷമുണ്ടാവും. എന്നാൽ നോമ്പ് മുറിക്കൽ സുന്നത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്,
സുബ്ഹാന ജല്ല ജലാലുഹു എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം പോയി കഴിക്കൽ സുന്നത്താണ്. ഒരാൾ സൽക്കാരത്തിന് ക്ഷണിച്ചു, ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് അസർ വരെ നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം ഉണ്ടാവും, അത് നഷ്ടപ്പെടൂല. എന്നാൽ ഇയാൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നോമ്പിന് പകരം വേറൊരു ദിവസം ആ നോമ്പിനെ ഖളാ വീട്ടലും സുന്നത്താണ്. ഖളാ വീട്ടണം. അതും കൂടി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാലോ സുബ്ഹാന ജല്ല ജലാലുഹു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കന്നെ പോകണമെന്നല്ല. അയാളെ മനസ്സിലാക്കി, അയാളെ സന്തോഷിപ്പിച്ച്, ഇന്ന് കഴിച്ചില്ലെങ്കിലും ഞാൻ മറ്റൊരുക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പാർസൽ ചെയ്താല് അപ്പൊ തന്നെ കഴിക്കൊന്നും വേണമെന്നില്ലല്ലോ, പാർസൽ ചെയ്താൽ ഞാൻ കൊണ്ടുപോയി നോമ്പ് ഇതിലൂടെ തുറക്കാം എന്നൊക്കെ പറയാൻ കഴിയെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അല്ലാതെ അയാൾക്ക് വിഷമുണ്ടെങ്കിൽ മാത്രമാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ടോ അവിടെ ഗസാലി ഇമാം പറയാണ്, അങ്ങനെ നീ നിന്റെ നോമ്പ് മുറിക്കുകയാണെങ്കിൽ അവിടെ നിനക്കൊരു നിയ്യത്ത് വേണം. ആ നിയ്യത്തും നല്ലതാണ്, സുന്നത്താണ്. എന്താണ് നിന്റെ മനസ്സിൽ നീ കരുതേണ്ടത്? ഈ ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളില്ലേ, അയാളെ ഖൽബിൽ സന്തോഷമിട്ട് കൊടുക്കാനാണ് ഞാൻ ഈ നോമ്പ് മുറിക്കുന്നത് എന്ന് നീയൊന്ന് കരുതുന്നത് സുന്നത്താണ് കേട്ടോ. ആകയാൽ പകൽ മുഴുവനും നോമ്പ് നോറ്റു, സുന്നത്തായ നോമ്പ് ഭക്ഷണമുണ്ടാക്കിയ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞുവെങ്കിൽ വേറെ ഒരാളെ കൽബിൽ ഒരു സന്തോഷമിട്ട് കൊടുക്കുന്നത് അത് വലിയ വിഷയമാണ്. എന്നാലോ അത് മാത്രമല്ല, എന്തിനേറെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതിഥി വന്നാൽ ആദ്യം കൈ കഴുകേണ്ടത് ആരാണ്? ആദ്യം കൈ കഴുകേണ്ടത് അതിഥിയല്ല. ചിലപ്പോ വലിയ തങ്ങളുണ്ട്, വലിയ ആലിമുണ്ട് എങ്കിൽ ആ തങ്ങളെ ബഹുമാനിച്ചിട്ട് ആലിമിനെ ബഹുമാനിച്ചിട്ട് ആദ്യം തങ്ങളോട് കൈ കഴുകാൻ പറയും വീട്ടുകാരൻ. എന്നാൽ എല്ലാവരും ഒരുപോലെയാണോ? എന്നാൽ അവിടെ ഏറ്റവും നല്ലത് ഭക്ഷണത്തിന്റെ മുമ്പ് കൈ കഴുകൽ, ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്. അത് ഈ മറ്റുള്ളവർക്കും കൂടി കൈ കഴുകാനുള്ള പ്രേരണയാണ്, തുടങ്ങിക്കൊടുക്കാൻ അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചാലോ, ഭക്ഷണം കഴിച്ചാല് ചില വീട്ടുകാർക്കൊരു സ്വഭാവമുണ്ട്, നായനിക്കടേ മെല്ലെ തിന്നോറു എനിച്ചാ പിന്നെ അവർക്ക് തിന്നാൻ തോന്നൂല മനുഷ്യന്മാരെ. അങ്ങനെ നാണെനിക്കടേ നിങ്ങൾ മെല്ലെ തിന്നിട്ട് ചെമ്മി എല്ലാം കാലിയാക്കിട്ട് ചെമ്മി ഒക്കെ ബേർ നിന്റെതല്ലേ, ബേർ ഓന്റേതാണെങ്കിൽ പ്രശ്നമില്ല, അത് തന്നിട്ട് പറയുകയാണെങ്കിൽ. അതേ സമയത്ത് ആദ്യം കഴുകേണ്ടത് വീട്ടുകാരനാ, പുറക്കാരനാ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകേണ്ടത് അതിഥികളാണ് ആദ്യം, വീട്ടുകാരൻ പിന്നെ കൈ കഴുകണം. എന്താ കാരണം? ആദ്യം തന്നെ എണീറ്റിട്ട് വീട്ടുകാരൻ കൈ കഴുകിയാല് അതിഥികൾ മനസ്സിലാക്കൂ, ഇയാൾക്ക് പേടിയായി, ഞങ്ങൾ എല്ലാം തിന്നിട്ട് തീർക്കോ എന്ന് പേടിയായി, അതിനെ ഞങ്ങൾ കൂടി വേഗം എണിക്കണോ എന്ന് അതിഥികൾ അഥവാ സംശയിച്ചു പോയാലോ. അതുകൊണ്ട് ആദ്യം അതിഥികളാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകേണ്ടത്. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോ കാല് കൈ കഴുകൽ മാത്രമല്ല സുന്നത്ത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയത്, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം രണ്ട് കൈ കഴുകും, കാല് കൈ കഴുകും. കൈ കഴുകൽ മാത്രമല്ല സുന്നത്ത്. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കുങ്ങള്, ഭക്ഷണത്തിന്റെ മുമ്പും ഭക്ഷണത്തിന്റെ ശേഷവും കൈ കഴുകുന്നതോടൊപ്പം വായ കഴുകലും സുന്നത്താണ്. അത് ഭക്ഷണത്തിന്റെ മുമ്പും സുന്നത്താണ്, ഭക്ഷണത്തിന്റെ ശേഷവും സുന്നത്താണ്. അങ്ങനെ ഓരോന്നിനും ഓരോ അദബുകളുണ്ട്, ഓരോ ചുട്ടയുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സ്തുതി ഉണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തുആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഒരു ചെറിയ ദിക്ർ അത് ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, സർവസ്തുതി അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അത്അമനി ഹാദാ തുആം, ഈ ഭക്ഷണം എനിക്ക് തന്ന് ഭക്ഷിപ്പിച്ചവൻ അവനാണ്. വറസഖനീഹി, ഈ ഭക്ഷണം എനിക്ക് നൽകിയവൻ അവനാണ്. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ഇത് എന്റെ കഴിവോ എന്റെ ശേഷിയോ ഒന്നുമല്ല, ഇത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ അധ്വാനിച്ച് കിട്ടിയതാ. അല്ല, ഞാൻ അധ്വാനിച്ചത് കൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിക്കണമെന്നില്ലല്ലോ. ഞാൻ അധ്വാനിച്ചില്ലെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടും, കാരണം ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് കിട്ടിയ ഭക്ഷണമാണ്. ആ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനൊന്നുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കൂന്ന് പറയുന്നത് നൗഫൽ സഖാഫി അല്ല, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്തുതിച്ചതിന് ശേഷം 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, അത് മറക്കാൻ പാടില്ല. അങ്ങോട്ട് പറയാണ്,
വെറുതെ അല്ല, ഇന്ന് തിന്നതിനെല്ലാം അസുഖം വരാൻ കാരണം ഇതാ. ഇപ്പൊ എല്ലാം നോക്കുമ്പോ വേറെ സമയമില്ല ഉസ്താദ്, വേറെ സമയമില്ലേ, സമയമില്ലാത്തത് വേറെ എല്ലാം സമയമുണ്ട്. എന്താ കാരണം? ഇത് കിട്ടിയതൊക്കെ കയറ്റ് തന്നെയല്ലേ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സ്തുതിക്ക് ശേഷം 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ടേ ഉമ്മമാരെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 സൂറത്ത് ഓതണേ. അത് കഞ്ഞിയും അച്ചാറുമാണെങ്കിലും ശരി, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചതിന് ശേഷം ഒരു 2 സൂറത്ത് ഓതാൻ മറന്നു പോകരുത്. ഒരു ചെറിയ സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? ഒന്നാമതായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതൽ സുന്നത്താണ്. അതോടൊപ്പം മറ്റൊരു സൂറത്ത് ഓതൽ സുന്നത്താണ്. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റഹ്ലതശ് അതേ ലീലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഖുറൈശ്, ആ സൂറത്തും ഓതണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ 2 സൂറത്ത് ഓതണം. മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതേ നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് അത് നല്ലതിന് എതിരാണ്. ഖിലാഫുൽ ഔലാ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതിന് എതിരാണ്. അത് ഇളനീറാണെങ്കിലും ശരി, പൊണ്ടാണെങ്കിലും ശരി. റോഡ് വക്കത്ത് ഇളനീർ കുടിക്കുന്നു, ഒരു കാരണവുമില്ലാതെ. ചിലപ്പോൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഇരിക്കാൻ വേറെ വകുപ്പില്ല, വകുപ്പുണ്ടെങ്കിലും ചിലപ്പോൾ ഇരിക്കാൻ നേരമുണ്ടാകണമെന്നില്ല. അങ്ങനെയല്ല, അതിനൊക്കെ നേരമുണ്ട്, വകുപ്പുണ്ട്, അവസരമുണ്ട്. എന്നാൽ അതേ ഇരുന്നിട്ടല്ലാതെ നിന്നിട്ട് വെള്ളം കുടിക്കലോ അത് ഖിലാഫുൽ ഔലാ, നല്ലതിന് എതിരാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് കറാഹത്താണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളതൊരു ചെറിയ വിഷയമായി കാണേണ്ടതല്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിന്നിട്ട് വെള്ളം കുടിച്ചാൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരാൾ നിന്നിട്ട് വെള്ളം കുടിക്കേണ്ടി വന്നാല് അയാൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നറിയോ? കാലിന്റെ 2 കൊമ്പ വിരലോ, ഈ വിരലൊക്കെ എന്താ നിങ്ങൾ പറയാ? അങ്ങനത്തെ വിരലേ ഇല്ല, കണ്ടല്ലേ? ഉണ്ടല്ലേ കാലിൽ കണ്ടോണ്ടുണ്ട്. ആ കൊമ്പ വിരൽ. ഞാൻ കരുതി നിങ്ങൾ തൂങ്ങി ഉറങ്ങുണ്ടാവുന്നത് എത്താറായി. ഈ കൊമ്പ വിരല്, ഈ 2 വിരൽ ഇങ്ങനെ, അഥവാ നിന്നിട്ട് വെള്ളം കുടിക്കൽ നിർബന്ധിതനായാൽ അത് കുടിക്കുമ്പോ ആ കൊമ്പ വിരൽ ഇങ്ങനെ ചലിപ്പിക്കണോന്ന്, പന്ത് പാട്ടണോന്ന്. എന്നാൽ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവൂല. ഡോക്ടറല്ല വരണേ, കിതാബിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങ കരുതിയ മൊയ്ലാമാരെന്ന് പറഞ്ഞവർക്ക് ഇതിൽ വേറെന്തോ അറിയില്ല, ഇത് മാത്രമെന്നാ ആലിമീങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കുന്നു. ഇനി അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരതിഥിയുടെ വീട്ടിൽ ഒരാളങ്ങ് ചെന്നു. ആ അതിഥിയുടെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അയാളെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴോട്ട് വീണ് ആ പ്ലേറ്റ് അങ്ങ് പൊടിയായാൽ ആരാണതിന് ഉത്തരവാദി? വീട്ടുകാരൻ സമ്മതിച്ചാ കോപ്പല്ല. അതേ സമയത്ത് അതിന് ഉത്തരവാദി ആരെ കയ്യിൽ നിന്നാണോ താഴോട്ട് പ്ലേറ്റ് വീണത് അയാൾ ഉത്തരവാദിയാണ് എന്ന് പോലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ്? ഞാൻ കാരണമായി ഒരാളുടെ മനസ്സും വേദനിക്കാൻ പാടില്ല, ഒരാളും സങ്കടപ്പെടാൻ പാടില്ല, ഒരാളും ദുഃഖിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്നവരാകണം, എല്ലാവർക്കും ഖൈർ പ്രതീക്ഷിക്കുന്നവരാകണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ആ നല്ല ഈമാൻ കൈവരിച്ച് മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി മരിക്കാൻ ഒരുങ്ങണേ ജനങ്ങളെ. ഇത് ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. എൻ്റെ മുഅ്മിനുകളൊന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാ മുഅ്മിനുകളും അടുത്തേക്ക് വരുമോ?
കൂടുതൽ നിൽക്കേണ്ടി വരില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാല് നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ ഈ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇതെല്ലാം നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ഇസ്ലാം, ആ റബ്ബ് നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈമാൻ, ആ ഈമാനിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയുണ്ടോ? ആ ഈമാനിനെ ഒരു ദുർബലമായ നിമിഷം ആ ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടു പോകാതിരിക്കാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഈമാനുള്ള യുവതികളെ, കഴിവിന്റെ പരമാവധി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവർ ഈ ദുനിയാവിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ അവർ ചിലപ്പോൾ നിന്ദ്യരായേക്കും. ഓ ചെറുപ്പക്കാരാ, മറ്റുള്ളവർ അന്യ പെൺകുട്ടിയെ പ്രണയിച്ച് നടക്കുമ്പോ, അവളോട് ചാറ്റിംഗ് ചെയ്ത് നടക്കുമ്പോൾ, അവളെ കൂടെ പല ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോയി കറങ്ങി നടക്കുമ്പോ ചിലപ്പോൾ നിനക്ക് ചിന്തിച്ചേക്കും, എനിക്കെന്തേ ഇത് നടക്കാത്തതാണോ? എനിക്കെന്തേ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാത്തതാണോ? എനിക്കെന്തേ ഒരു കാമുകിയെ കിട്ടാത്തതാണോ? പക്ഷേ ഒരു ദുർബല നിമിഷത്ത് പോലും അത്തരത്തിലുള്ള താഴ്ന്ന പണിയിൽ പെട്ടുപോകരുത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ നീ നിന്ദ്യനാണെങ്കിലും ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അല്ലാഹനെ ഈ ദുനിയാവിൽ പേടിച്ച് ശ്രദ്ധിച്ച് ജീവിച്ചവൻ അവൻ പരലോകത്തെത്തിയാൽ അവന്റെ മുകളിൽ അവന് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടമുള്ളത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ കെട്ടിടത്തിന്റെ താഴ്വരയിലൂടെ പുഴകളിങ്ങനെ ഒഴുകിപ്പോകുന്നു. ഇവിടത്തെ റിസോർട്ട് എന്ത് റിസോർട്ടാണ്! ഇവിടത്തെ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്ത് ഉല്ലാസ കേന്ദ്രമാണ്! സ്വർഗത്തെ റിസോർട്ടിൽ ഒന്ന് കഴിയേണ്ടതുണ്ട്. സ്വർഗത്തിലെ ഉല്ലാസ കേന്ദ്രങ്ങളിൽ ഒന്ന് പോകേണ്ടതുണ്ട്. വഅദല്ലാഹ്, അത് അല്ലാഹുവിന്റെ വാക്കാണ്, റബ്ബിന്റെ വാഗ്ദാനമാണ്. ആ റബ്ബ് പറഞ്ഞ വാക്ക് പൊളിക്കുന്നവനല്ലല്ലോ. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, പടച്ച റബ്ബ് ചെയ്ത കരാർ ലംഘിക്കുന്നവനല്ലല്ലോ. ആ റബ്ബിനെ ഏത് സമയത്തും ഖൽബിൽ കൊണ്ട് നടക്കണം. അത് വലിയ വിഷയമാണ്. ആ റബ്ബിനെ ഏത് സമയത്തും ഖൽബിൽ കൊണ്ട് നടക്കണം. കൃത്യമായും നിസ്കരിക്കണം. ചെറുപ്പക്കാരാ, പള്ളിയിൽ ജമാഅത്തിന് വരണം. ജമാഅത്തിന് വരാത്തവരുണ്ടോ? ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവരെ പോലെ ആയില്ലല്ലോ എന്ന് ഖേദിക്കണോ? ഓ വാല് കേൾക്കുന്ന ഉമ്മമാരെ, താജുല്ലുലമാ തങ്ങളുപ്പാപ്പയുടെ ഉമ്മാനെ കുറിച്ച് പറയുന്നത് വായിച്ചു, എഴുതിയത് വായിച്ചു. ആ മഹദിയുടെ കയ്യിൽ നിന്ന് മഹദി ഖുർആന് താഴോട്ട് വെക്കാറില്ല. ഇന്ന് അങ്ങനെ പറയാൻ പറ്റിയ യുവതികൾ നമ്മുടെ പരിസരങ്ങളിലുണ്ടോ? നമ്മുടെ നാടുകളിലുണ്ടോ? വേണമെങ്കിൽ പറയാം, കയ്യിൽ നിന്ന് മൊബൈല് താഴോട്ട് വെക്കാത്ത സ്ത്രീകള്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ ഉമ്മമാരെ കാണൂ, കുറെ സ്ത്രീകളെ കാണൂ. കാരണം ഏത് സമയത്തും കയ്യിൽ മൊബൈലാണല്ലോ. ഇതങ്ങനെയല്ല. കയ്യിൽ നിന്ന് ഖുർആൻ താഴോട്ട് വെക്കാത്ത ഉമ്മയാണ് കേട്ടോ. അങ്ങനെയുള്ള ഉമ്മമാരെ കാണുമ്പോൾ, ഓ പെൺകുട്ടികളെ,
ഉമ്മമാരെ, നിങ്ങൾക്ക് തോന്നണം ഞാൻ അവരെ പോലെയായില്ലല്ലോ, അവരാണെങ്കിലോ ആഖിറത്തിൽ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടാതിരുന്നാലോ. അങ്ങനെയാണ് നല്ലത് ചെയ്യുന്നവരെ കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കണം, എനിക്കതുപോലെ നല്ലത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് അങ്ങനെ ചിന്തിച്ച് കരഞ്ഞ എത്ര ആളുകളില്ലേ. സുബ്ഹാനല്ലാഹ്. ഇബ്നു അലിയുൻ നസഫി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ വരുന്നു. എന്തിനാ വരുന്നതെന്ന് ചോദിച്ചപ്പോ ഫഖദ ഹിമാറ, ആ മനുഷ്യന്റെ കഴുത കാണുന്നില്ല. സ്വന്തം കഴുത കാണാത്തതുകൊണ്ട് കാണാതെയായ കഴുതയെ തേടി വരികയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോഴാണ് ഫസ്തഖ്ബലഹു മജൂസിയൂൻ, അതേ ഒരു മുസ്ലിം അല്ലാത്ത തീയിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ വരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ വരുന്നു. ഫൻസറഫൽ മുഅ്മിനൂൻ, ആ മജൂസിയായ തീയിനെ ആരാധിക്കുന്ന മനുഷ്യന്റെ വരവ് കണ്ടപ്പോഴേക്ക് അതുവരെ കഴുതയെ തേടി നടന്ന ഈ മോമിനായ മനുഷ്യൻ തിരിച്ചങ്ങ് പോയി. അതേ നഷ്ടപ്പെട്ടു പോയ കഴുത തിരിച്ചു കിട്ടിയില്ലെങ്കിലോ സാരല്ല, ഈ തീയിനെ ആരാധിക്കുന്ന മനുഷ്യന്റെ വരവ് കണ്ടപ്പോ അതേ മുസ്ലിമായ മനുഷ്യൻ മടങ്ങിപ്പോയി. എന്നിട്ട് ആ മുസ്ലിമായ മനുഷ്യൻ അള്ളാനോട് പറയാണ്, ഇലാഹി, എന്റെ റബ്ബേ, അന ഫഖത്തു ദബ്ബ, എനിക്കാകെ നഷ്ടപ്പെട്ടതൊരു മൃഗമാണ്. ആ മൃഗം നഷ്ടപ്പെട്ടപ്പോൾ ആ മൃഗത്തെ തെരഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതേ സമയത്ത് വഹാദാ, ഈ തീനെ ആരാധിക്കുന്ന മനുഷ്യനോ ഫഖദ ദീന, ദീന് നഷ്ടപ്പെടുത്തിയവനല്ലേ അവന് ഇസ്ലാമില്ലല്ലോ. ഞാനൊരു മൃഗത്തെ നഷ്ടപ്പെടുത്തിയപ്പോ ആ മൃഗത്തെ തെരഞ്ഞു വന്നവനല്ലേ ഞാനല്ലോ. ഫമുസീബതുഹു, കാള് വലുത് ദീന് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ മനുഷ്യന്റെ മുസീബത്തല്ലേ. എന്നിട്ട് ഈ മുസ്ലിമായ മനുഷ്യൻ എവിടെന്ന് പറയാണ്, അൽഹംദുലില്ലാഹില്ലദി ലം യജഅൽ മുസീബതി കമുസീബതിഹി, ഈ ദീന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ മുസീബത്ത് പോലെ എന്റെ മുസീബത്താക്കാത്ത എന്റെ റബ്ബിന് സർവസ്തുതിയുണ്ട് കേട്ടോ. അതുകൊണ്ട് യുവാക്കളെ, ഏറ്റവും വലിയ സങ്കടം ദീന നഷ്ടപ്പെടുമ്പോഴാണ്. ഇന്ന് പേരിന് ദീനുണ്ട്, പേരിന് പർദയുണ്ട്, പേരിന് പള്ളിയിൽ ജമാഅത്തിന് വരാനുണ്ട്, പേരിന് മുഖത്ത് താടിരോമങ്ങളുണ്ട്. ആ ദീനിന്റെ യഥാർത്ഥ സത്തയായ അടിസ്ഥാനമായ ഈമാനോ കെട്ടുകൊണ്ടിരിക്കുന്നു, തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലം ആ ദീന നഷ്ടപ്പെട്ടു പോകാതെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ആഖിറം രക്ഷപ്പെടണമെന്ന ഒരൊറ്റ ചിന്തയോടെ ജീവിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സാധുവായ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്ന് തരാം. ഞാനിവിടെ ഇരിക്കുകയാണ്. ഇന്ന് നാം പഠിച്ച കാര്യങ്ങളിൽ ഒന്നാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 സൂറത്ത് മറക്കാൻ പാടില്ല. അതിൻ്റെ ഒക്കെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ലേ? ഇല്ലല്ലേ? ശ്രദ്ധിച്ചോ? ഏതാ സൂറത്ത് പറയാൻ നോക്കട്ടെ. 1 ഖുൽ ഹുവല്ലാഹു അഹദ്, 2 ഇലാഫി ഖുറൈശ്. മരണം വരെ ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് ശേഷം ഞാൻ അത് ഓതും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹമുള്ളവർ കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അത് വലിയ സംഗതിയാണ്. വെറുതല്ലോ ഇമാമിങ്ങൾ അത് കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് എനിക്കും നിങ്ങൾക്കും മറക്കപ്പുറത്തിരുന്ന് എന്റെ വാള് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ പെങ്ങന്മാരോടും പറയട്ടെ, നിങ്ങളും ആ തീരുമാനമെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് 3ാമത്തെ ദിക്ർ ഹൽക്ക വാർഷികയുടെ 3ാമത്തെ വാളിന്റെ ദിവസമാണ്. കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടല്ലേ, ഏകദേശം അങ്ങനെയൊക്കെ എപ്പോഴും
ഇവരൊക്കെ വിളിക്കും. സുബ്ഹാനല്ലാഹ്, ഇത്രയും സ്നേഹം വഅദ് പറയുന്ന ഉസ്താദിനോട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വഅദിന് വന്ന എല്ലാവർക്കും പഴത്തിന്റെ കൊല കൊടുക്കും ഉണ്ടോ?